എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരാണ്. ഇന്നത്തെ വീഡിയോ ഒരു പ്രധാന വാർത്ത ദുഃഖകരമായ വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ്. ഞാൻ ഒരു ക്രിസ്തുമത വിശ്വാസമുള്ള കുടുംബത്തിൽ ജനിച്ച ആളാണ്. ആ സഭയെ അങ്ങേയറ്റം ബഹുമാനിക്കുകയും അതനുസരണമായ രീതിയിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ്. എന്നാൽ ഈയിടെയായി ഈ സഭയിൽ ഉണ്ടായിരിക്കുന്ന ചില മാറ്റങ്ങൾ വളരെ മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയാണ്. അങ്കമാലി രൂപതയിൽ ഇപ്പോൾ പുരോഹിതന്മാരും മതമേലധ്യക്ഷന്മാരും തമ്മിൽ വല്ലാത്തൊരു സംഘർഷഭരിതമായ സാഹചര്യത്തിലാണ് കണ്ടിരിക്കുന്നത്. തികച്ചും നിർഭാഗ്യകരമാണ്. എനിക്കാകെ റിക്വസ്റ്റ് ചെയ്യാനുള്ള ഈ മത അധ്യക്ഷന്മാരോടും ഈ സമരത്തിൽ പങ്കെടുക്കുന്ന പുരോഹിതന്മാരോടും പറയാനുള്ളത്, നമ്മുടെ സഭ വളരെ ത്യാഗങ്ങൾ സഹിച്ചും വളരെ ബുദ്ധിമുട്ടിയും എടുത്ത ഒരു ശ്രമഫലമായിട്ടാണ് നമ്മൾ ഇന്നും ലോകത്തിൻ്റെ മുന്നിൽ വിദ്യാഭ്യാസപരമായും മറ്റു പല ചാരിറ്റി മേഖലകളിലും വളരെ പ്രധാനമായ റോൾ വഹിക്കുന്നത്. മുൻനാളുകളിൽ പുറം രാജ്യങ്ങളിൽ വന്നവരും നമ്മുടെ കൂട്ടത്തിലുള്ളവരും മിഷണറികളായി ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ച് പലർക്കും വിദ്യാഭ്യാസപരമായിട്ടും തൊഴിൽപരമായിട്ടും പല നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സഹായം നമ്മുടെ സഭയിൽ കൂടി ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സഭയുടെ സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതാണ്. ആ പ്രവർത്തനം ഇന്നും എപ്പോഴും സ്വാഗതാർഹമായിരിക്കണം. എല്ലാവരും മറ്റു മതസ്ഥരും നമ്മുടെ സഭയെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നവരാണ്. അവരുടെ മുന്നിൽ നാം ഇങ്ങനെയുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചത് വളരെ വളരെ മോശമായിപ്പോയി. എന്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഒന്നായിരുന്ന് അതിന് വേണ്ടി ഒരു നല്ല തീരുമാനത്തിൽ എത്തിച്ചേരാൻ ശ്രമിക്കുക. നമ്മുടെ ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. യേശുക്രിസ്തു അദ്ദേഹത്തിൻ്റെ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തത് മീൻപിടുത്തക്കാരിൽ നിന്നും കുറച്ച് ആൾക്കാരെ തിരഞ്ഞെടുത്തു. അവർ ക്രിസ്തുവിൻ്റെ പിന്നാലെ പോയി ക്രിസ്തുവിൻ്റെ വചനങ്ങൾ ഉൾക്കൊണ്ടു. അവസാനം അവർ സുവിശേഷങ്ങൾ എഴുതി ലോകത്തിൻ്റെ നാനാഭാഗത്തും പ്രചരിപ്പിച്ചു. അവർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളും യാത്ര ചെയ്തു. അങ്ങനെ തുടക്കം കുറിച്ചൊരു സഭയാണ് നമ്മുടെ ക്രിസ്തുമതത്തിനുള്ളത്. ദയവ് ചെയ്ത് ഞാൻ എല്ലാ മേലധ്യക്ഷന്മാരുടെ എല്ലാവരോടും പറയുകയാണ്, കഴിയുന്നതും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പരസ്പരം പറഞ്ഞു തീർത്ത് മറ്റുള്ളവരുടെ ഫ്രണ്ടിൽ മുൻകാലങ്ങളുള്ളതുള്ളൊരു മാതൃകാപരമായ പ്രവർത്തനം നാം കാഴ്ചവയ്ക്കണം. അതിന് ഈശ്വരൻ സഹായിക്കട്ടെ. മുൻകാലങ്ങളുള്ളതിനേക്കാളും ഇന്നത്തെ പുരോഹിതർ വളരെ ബുദ്ധിശാലികളാണ്. ഒരു പക്ഷേ ഉള്ള തെറ്റുകളെ അവരുടെ പ്രസൻറ്റേഷൻ അതിൻ്റേതായ രീതിയിൽ ചെയ്യാത്തതായിരിക്കാം മേലധ്യക്ഷന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം വരുന്നത്. മേലധ്യക്ഷന്മാരാണ് അവരുടെ ഒപ്പമുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കി
ഒരു എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ഉൾക്കൊള്ളണമെങ്കിൽ, മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതിന് മുന്നോടിയായി എല്ലാവരും സമാധാനപരമായിരുന്ന് ആലോചിച്ച് അതിനൊരു തീരുമാനം കൈക്കൊള്ളുക. ഒരിക്കലും മറ്റുള്ള മതസ്ഥരുടെ മുന്നിൽ നാം ഒരിക്കലും ഒരു പരിഹാസ പാത്രങ്ങളായി മാറരുത്. അങ്ങനെയുള്ളൊരു ഒരു സഭയല്ല നമ്മുടേത്. സോ ഒരിക്കൽ കൂടി ഈ മേലധ്യക്ഷന്മാരോടും ഈ സമരത്തിലേർപ്പെട്ടിരിക്കുന്ന പുരോഹിതന്മാരോടും പറയാനുള്ളത്, സമാധാനമായി ഏത് തീരുമാനവും എടുത്താൽ അത് വളരെ ഗുണകരമായിരിക്കും. നിങ്ങളാണ് മറ്റുള്ള ഭാവി തലമുറയ്ക്ക് ഒരു മാതൃകയാകേണ്ടത്. നിങ്ങളിൽ കൂടി നല്ലതേ കേൾക്കാവൂ. ഇന്നത്തെ തലമുറ മോശമായി ഒന്നും കേൾക്കാതിരിക്കുക. പത്രവാർത്തകൾ വളരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നതാണ്. സോ ഒരിക്കൽ കൂടി എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, ദയവ് ചെയ്ത് മത്സരങ്ങൾ ഒഴിവാക്കുക. ദൈവത്തിൻ്റെ പേരിൽ വളരെ അദ്ദേഹം ഈ മതം നമ്മിലേക്ക് എത്തിച്ചെന്ന ക്രിസ്തുവിൻ്റെ പീഡനങ്ങളെ നിങ്ങളൊന്ന് ഓർക്കുക. അദ്ദേഹത്തിൻ്റെ ത്യാഗങ്ങളെ നാം എന്നും സ്മരിക്കേണ്ടതാണ്. അതുകൊണ്ട് എല്ലാവരും ഒരുമയോടെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് ഈ സഭയുടെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്താനുള്ള സാഹചര്യം സൃഷ്ടിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ള വിശ്വാസികളിലേക്കും ഒന്ന് ഷെയർ ചെയ്താൽ കാണാം അടുത്ത വീഡിയോയിലൂടെ. താങ്ക് യു.